ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. അപ്പൊ നമ്മൾ 25 ഡേയ്സ് സ്പ്രിന്റ് വിത്ത് ക്ലിക്കിന്റെ 8th ഡേയിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. 7th ഡേ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചില്ല ഡ്യൂ ടു സം പേഴ്സണൽ റീസൺസ്. മൈ സിൻസിയർ അപ്പോളജീസ് ഫോർ ദാറ്റ്. ബട്ട് സ്റ്റിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏതൊക്കെ കണ്ടന്റ്സ് ആണ് നിങ്ങൾ 7th ഡേ കവർ ചെയ്യേണ്ടത് എന്നത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോട്ടീസ് ചെയ്തോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫിസിക്സ് ഇന്നത്തോടെ കംപ്ലീറ്റ് ആയി. ഈ ഒരു ഷെഡ്യൂള് പ്ലാന് ഫോളോ ചെയ്തിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ് സബ്ജക്ട് ഈ 7th ഡേയോട് കൂടെ തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം 2 മൊഡ്യൂൾസ് തീർന്നു കാണും. മാത്സിനെ സംബന്ധിച്ചിടത്തോളം 3 മൊഡ്യൂൾസ് തീർന്നു കാണും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ ഡേ 8 എങ്ങനെയായിരിക്കും എന്നുള്ളത്. എന്റെ ഒരു ഉദ്ദേശം ഇതാണ്, നമുക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടിക്കഴിയുമ്പോൾ കിട്ടുന്ന ആ 14 ദിവസത്തിലേക്ക് നമ്മുടെ എന്താ പറയാ മിഷൻ 11 ഫോളോ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ 25 ഡേയ്സ് സ്പ്രിന്റ് വിത്ത് ക്ലിക്ക് അത് ഫോളോ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ഒന്നിച്ച് ഒരു പ്ലാനിലേക്ക് അങ്ങോട്ട് എത്തിക്കാം. ആ 2 വീക്സ് 2 കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഒരേ തരത്തിലായിരിക്കണം പരിശീലനം നടക്കേണ്ടത് എന്ന ഒരു ആശയത്തിൽ നിന്നാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് ക്വിക്കായിട്ട് കണ്ടന്റ്സ് ഫോർവേഡ് ചെയ്യുന്നത്, നിങ്ങളോട് പഠിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. അപ്പൊ നമ്മള് പെർ ഡേ 4 hours ആണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം ഊഹിച്ചാൽ തന്നെ അറിയാം ഇനി ഈ 8th ഡേ ഞാൻ എന്തായിരിക്കും നിങ്ങളുടെ അടുത്ത് പഠിക്കാനായിട്ട് പറയുന്നത് എന്നുള്ളത്. നമുക്കിനി മാത്തമാറ്റിക്സിലെ 4th മൊഡ്യൂളും 5th മൊഡ്യൂളും ഉണ്ട്. ഓഫ് കോഴ്സ് എന്തായാലും 4th മൊഡ്യൂൾ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞില്ല ഡ്യൂ ടു മൈ ഫോൾട്ട് ഓൺലി. അപ്പം ഇന്ന് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് 4th മൊഡ്യൂൾ പ്രോബബിലിറ്റിക്ക് അകത്ത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻസ്. ഇനി ബാക്കി കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസ് മൊത്തം ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കണ്ടൻസ് ചെയ്തിട്ടുണ്ട്, ഇനി എഡിറ്റിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ മാത്സ് 5th മൊഡ്യൂളാണ് നാളെ പഠിക്കേണ്ടത്, ഡേ 8 പഠിക്കേണ്ടത്. നിങ്ങൾ 5th മൊഡ്യൂളിന്റെ നമ്മുടെ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഏകദേശം ഒരു 35 മിനിറ്റോളം മാത്രമേ ഡ്യൂറേഷൻ ഉള്ളൂ. അത് കാണുക. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 35 മിനിറ്റ് ഡ്യൂറേഷൻ ഉള്ളതെന്ന് പറയുന്നത് മാത്സിന്റെ ലെക്ചറാണ്. പിന്നെ ഒരു MCQ സെഷനും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു 10-38 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്നത്. അപ്പൊ അത് രണ്ടും നിങ്ങൾ നാളെ കാണുക, പഠിക്കുക. ഓക്കെ, ദെൻ നോട്ട്സ് ഉണ്ട് നിങ്ങളുടെ പക്കല്, അതുപോലെ തന്നെ ക്യാപ്സ്യൂൾ ഉണ്ട്, MCQs ഉണ്ട്. സോ യൂട്ടിലൈസ് ഇറ്റ്. നിങ്ങൾക്ക് അറിയാം അതെങ്ങനെയാണ് നമ്മൾ ആ ഒരു ഫ്ലോ എന്നുള്ളത്. ക്ലിക്കിനോടൊപ്പം പോകുന്ന കുട്ടികളോടാണ് പറയുന്നത് കേട്ടോ. ഇനി അത് കഴിഞ്ഞ് നമുക്കിനി പെൻഡിങ് ഉള്ളത് ഏതാണ്? എഞ്ചിനീയറിംഗ് കെമിസ്ട്രി. ഇനി അതിനകത്ത് 3rd മൊഡ്യൂളിലേക്കാണ് നമ്മൾ നാളെ കിടക്കുന്നത്. അതിനകത്ത് നമുക്ക് എയർ പൊല്യൂഷൻ നാളെ തീർക്കാം. എയർ പൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഒരു 25 മിനിറ്റ്സിന്റെ വീഡിയോ ആണ് അതിൽ വരുന്നത്. അപ്പം അതിന്റെ പിന്നെ 25 മിനിറ്റ്സ് നിങ്ങൾ 25 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കണ്ടൻസ് പഠിക്കുക, എല്ലാ കാര്യങ്ങളൊക്കെ കൂടി ഒരു 40 മിനിറ്റ്സോ അത് കൂടുതലോ ചിലപ്പോൾ വന്നേക്കാം. പിന്നെ ബാക്കി നിങ്ങൾക്ക് കിട്ടുന്നത്, അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന് ഒരു 2 hours സ്പെൻഡ് ചെയ്യുക. ദെൻ വരുന്ന സബ്ജക്ട് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി ആണ്. അതിനകത്ത് എയർ പൊല്യൂഷൻ ആണ് നിങ്ങളോട് ഇന്ന് നോക്കാനായിട്ട് പറയുന്നത് 8th ഡേയിൽ. അത് 25 മിനിറ്റ്സ് ആണ്. നിങ്ങൾ അത് കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 1 hour സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല, 30 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ്, നിങ്ങളുടെ ഒരു പേസിനനുസരിച്ച് നിങ്ങൾ അത് മാനേജ് ചെയ്യുക. പക്ഷെ എയർ പൊല്യൂഷൻ നാളെ തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിവിഷന് കൂടുതൽ സമയം കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് കിട്ടുന്ന ഇപ്പൊ 1 hour കെമിസ്ട്രിക്ക് ഇനിയിപ്പോ നിങ്ങൾ ഇൻ കേസ് പ്രീവിയസ് ഡേയ്സിലെ ഏതെങ്കിലും പഠിച്ച് തീരാത്തതുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികള് ഈ ഡേ 8ലേക്ക് ഓടിയെത്താൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ടൈം യൂട്ടിലൈസ് ചെയ്യാം. അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, നമുക്കിത് ഈസിലി ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോ വെറുതെ കുറെ എന്താ പറയാ പിന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാത്ത വിവരങ്ങളെ കുറിച്ച് ടെലഗ്രാമിലും അതുപോലെ തന്നെ മറ്റു വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഡേറ്റ ഷെയർ ചെയ്തിട്ട് കുറെ പേരായി വീണ്ടും വീണ്ടും നമുക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, ഇതിനകത്ത് എത്ര പോസ്റ്റുകൾ കാണും, അത് പോസ്റ്റുകളുടെ എണ്ണം കുറവാണെന്ന് കേൾക്കുമ്പോൾ ഡീമോട്ടിവേറ്റഡ് ആകുന്നു. അങ്ങനെയൊക്കെ ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനായിട്ട് ഞാൻ ആളല്ല.
പക്ഷെ ഇത് മാത്രം ഒന്ന് മാത്രം പറയാണ്, PSC ഒരു പോസ്റ്റിന് മാത്രമായിട്ടോ അല്ലെങ്കിൽ 2 പോസ്റ്റിന് മാത്രമായിട്ടോ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആന്റിസിപ്പേറ്റഡ് ആണ് വാക്കൻസീസ്, അതുകൊണ്ട് തന്നെ കൂടുതൽ പോസ്റ്റുകൾ കാണും. അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിന്റെയും വാലിഡിറ്റി അത് എക്സ്പയർ ആവുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ വർഷം കൊണ്ട് തന്നെ എക്സ്പയർ ആയി പോകുന്നില്ല. ഓക്കെ, സോ പോസ്റ്റുകളുടെ എണ്ണം കാണും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അത് കേട്ട് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കല്ലേ. അത് ഒരു കൈൻഡ് ഓഫ് സൈക്കോളജിയാണ്. അതായത് ഇതിനകത്ത് കുറച്ച് സൈക്കോസ് കാണുമായിരിക്കും. അവരിങ്ങനത്തെ പോസ്റ്റുകളൊക്കെ പോസ്റ്റ് ചെയ്ത് ഇതുപോലത്തെ കണ്ടന്റ്സ് എല്ലാം പോസ്റ്റ് ചെയ്ത് ഏതാണ്ട് ഒരു RTD ഒക്കെ നമ്മുടെ ഗ്രൂപ്പിനകത്തും ടെലഗ്രാം ഗ്രൂപ്പിനകത്തും കണ്ടു. അത് കണ്ട് എന്താ പറയാ, നിങ്ങൾ വറീഡ് ആവരുത്. എനിക്ക് പറയാനുള്ളത് അതും ഇതൊന്നും കേൾക്കാൻ നിൽക്കരുത്. നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എന്ത് എലമെന്റ് ആണെങ്കിലും അത് അങ്ങോട്ട് വഴിയിൽ നിന്ന് മാറ്റി വെക്കുക. അതേ നിവർത്തിയുള്ളൂ. നമുക്കിനി 19 ദിവസമാണ് എക്സാമിനുള്ളത്. എന്തായാലും ഇതിനിറങ്ങി തിരിച്ചു, എന്തായാലും നനഞ്ഞു. അപ്പൊ ഇനിയിപ്പോ കുളിച്ചിട്ട് കയറാം. ഓക്കെ, എന്തായാലും ഇതിനു വേണ്ടി ഇത്രയും സമയം നമ്മള് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും ഇറങ്ങി തിരിച്ചു. ഇനി പോസ്റ്റുകൾ ഉണ്ടോ ഇല്ലേ അതിനെ കുറിച്ചൊന്നും ആലോചിച്ച് പറയിടാതെ കട്ട് ഓഫ് എത്രയാണ്, കട്ട് ഓഫ് ഇതിനിടയിൽ വെട്ട നമ്മള് റാങ്ക് ലിസ്റ്റിൽ വരുമോ, എക്സാം എങ്ങനെയായിരിക്കും, സ്റ്റേറ്റ്മെന്റ് ലെവലാണോ കൂടുതൽ ഉണ്ടായിരിക്കുക, ന്യൂമറിക്കൽ ആണോ കൂടുതൽ ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ അങ്ങനത്തെ എന്താ ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുമോ വരില്ലേ, അങ്ങനത്തെ കാര്യങ്ങളിലേക്കാളും നമ്മുടെ കയ്യിലുള്ള സംഭവം ഇപ്പൊ ഷാർപ്പൻ ചെയ്യുക. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു 2 വീക്സ് അപ്രോക്സിമേറ്റ്ലി 3 വീക്സ് എന്ന് തന്നെ പറയാം. 19 ഡേയ്സ് ആണല്ലോ. അതുകൊണ്ട് സോ അതിനൊന്നും അങ്ങനത്തെ ഊഹാപോഹ വർത്തമാനങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ ദയവ് ചെയ്ത് നിങ്ങൾ കണ്ടന്റിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യം പ്രോപ്പറായിട്ട് ചെയ്യുക. ഓക്കെ, അത്രയും നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളൂ. ബാക്കി നമുക്ക് വരുന്നോടത്ത് വെച്ചിട്ട് കാണാം. ഓക്കെ, പിന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കണം. എനിക്ക് കുറച്ച് എന്താ പറയാ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ മറ്റെന്തെങ്കിലും നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അടിച്ചു പൊളിച്ച് തകർത്ത് പഠിച്ചോളൂ കേട്ടോ. 8th ഡേ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ 9th ഡേ 7th ഡേ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ. അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഡയലോഗ് ഇതിനകത്ത് ആഡ് ചെയ്യായിരുന്നു ഒരു ടൈം പാസിന് വേണ്ടിയിട്ട്. ഓക്കെ, ജസ്റ്റ് കിഡിങ്. അപ്പൊ ജസ്റ്റ് കിഡിങ്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ പഠിക്കൂ, ഫോക്കസ് ചെയ്ത് പഠിക്കാം. അപ്പോ ഡേ 8 നമ്മുടെ പ്ലാൻ പ്രകാരം തന്നെ നിങ്ങൾക്ക് പോവാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, അപ്പോ സീ യു ഓൺ നെക്സ്റ്റ് ഡേ. ബൈ ഫോർ നൗ.